കുട്ടികൾക്കും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ. പരീക്ഷാകാലമാണിപ്പോൾ. കുട്ടികൾക്കും ഒപ്പം രക്ഷകർത്താക്കൾക്കും ടെൻഷൻ്റെ കാലഘട്ടമാണ്. പരീക്ഷ എഴുതുന്നത് കുട്ടികളാണെങ്കിലും രക്ഷകർത്താക്കൾ മത്സര പരീക്ഷയുടെ കാലഘട്ടമായ രക്ഷകർത്താക്കൾക്കും ടെൻഷനാണ്. എന്നിരുന്നാലും എക്സാം കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ടായിരിക്കും, നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. രാത്രിയും പകലുമില്ലാതെ കുട്ടികൾ ഒത്തിരി സമയം പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടാകും. എന്നിരുന്നാലും ചില സമയത്ത് എക്സാം ഹാളിലെത്തുന്ന കുട്ടികൾക്ക് അവർ പഠിച്ച രീതിയിൽ അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്ത രീതിയിൽ എക്സാമിനേഷന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഉത്തരം എഴുതി പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. മറന്നു പോകുന്നു, ചിലർക്ക് ക്ഷീണമുണ്ടാകുന്നു, തളർച്ച വരുന്നു, ചിലർ എക്സാം ഹാളിൽ തല കറങ്ങി വീഴുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ പഠനത്തിലുണ്ടാകുന്ന പോരായ്മ അല്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന കുട്ടികൾക്ക് ആ സമയത്ത് പരീക്ഷാ കാലഘട്ടത്തിൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്ക് കൂടിയുണ്ട്. എങ്ങനെ അവരുടെ ഭക്ഷണ രീതി ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ഈ പരീക്ഷാ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ആവശ്യം നമുക്കറിയാവുന്നതാണ് ബ്രെയിനിൻ്റെ വികാസം. ബ്രെയിനിന് ആണ് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള സമയം. അപ്പോൾ ബ്രെയിനിന് ആവശ്യമുള്ള എനർജി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക് കൊടുക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊടുത്താലാണ് കുട്ടികളുടെ ബ്രെയിനിന് ആരോഗ്യപരമായിരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അവർക്ക് അതുപോലെ തന്നെ പരീക്ഷയിൽ എഴുതി ഫലിപ്പിക്കുവാനുള്ള ഓർമ്മ ലഭിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ എനർജി മെയിനായിട്ട് വരുന്നത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൽ നമ്മൾ പഞ്ചസാര എന്ന് പറയുന്ന ഗ്ലൂക്കോസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് പഞ്ചസാര കലക്കി കൊടുത്താൽ പോരെ എന്ന്. അങ്ങനെ ഒരിക്കലുമല്ല. നാം കൊടുക്കുന്ന പഞ്ചസാരയല്ല, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരം സ്വായത്തമാക്കി എടുക്കുന്ന ഗ്ലൂക്കോസ്, ആ വരുന്ന ഗ്ലൂക്കോസിൽ നിന്നുണ്ടാകുന്ന എനർജി ആവണം ബ്രെയിനിന് കിട്ടേണ്ടത്. അതുകൂടാതെ തന്നെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യമടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ആരോഗ്യം അല്ലെങ്കിൽ എനർജി, ആ എനർജി കൊണ്ട് വേണം ബ്രെയിൻ പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ, ധാരാളം പ്രോട്ടീൻ അടങ്ങിയതും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യാൻ സാധ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ എത്തിപ്പെടുത്താം അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാമെന്ന് നമ്മൾ നോക്കുക. ഒരു ദിവസം ഒരു ദിവസത്തെ ഡയറ്റ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണ രീതി നമ്മൾ നോക്കുമ്പോൾ പ്രാതൽ മുതൽ അവരുടെ ഡിന്നർ വരെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ കുറേശ്ശെ ഈ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തുവാനായിട്ട് നാം ശ്രമിക്കണം. നമ്മളപ്പോൾ വിചാരിക്കാവുന്ന പോലെ രാവിലെ കുട്ടികൾക്ക് ഉള്ള ഭക്ഷണം അത്രയും കൂടെ കോരി കൊടുത്താൽ അവർക്കത് കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ അവർക്കത് പഠനത്തിൽ വിനിയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറത്തില്ല. കാരണം അവർക്ക് ക്ഷീണമാവും. ഭക്ഷണം കഴിച്ചതിൻ്റെ ആലസ്യം, അത് കഴിഞ്ഞുള്ള ക്ഷീണം, അപ്പോൾ കുട്ടികൾ ഉറക്കത്തിലേക്ക് സ്വാഭാവികമായും വഴുതി വീഴും. അതുകൊണ്ട് തന്നെ പരീക്ഷാ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം വളരെ ലഘുവായതും എന്നാൽ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് എനർജി ലഭിക്കുന്നതുമായ ഭക്ഷ്യവസ്തുക്കളായിരിക്കണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നും പരീക്ഷയ്ക്ക് മുന്നേ പ്രിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് വളരെ ലഘുവായ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതെ വളരെ ലഘുവായിട്ട് പാല്, മുട്ട അങ്ങനെയുള്ള വസ്തുക്കൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ലഘുവായിട്ട് വളരെ കുറച്ച് മാത്രമുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ പഴച്ചാറുകൾ, സൂപ്പുകൾ ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ സൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വളരെ സുലഭമായിട്ട് മാർക്കറ്റിൽ കിട്ടും, പാക്കറ്റഡ് സൂപ്പുകൾ കിട്ടും. അത് പോയി വാങ്ങി കാച്ചി കൊടുക്കരുത്. പച്ചക്കറികളും അല്ലെങ്കിൽ തക്കാളി, പിന്നെ എളുപ്പം ലഭ്യമല്ലെങ്കിൽ പോലും നമുക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന ബാക്കിയുള്ള വസ്തുക്കൾ കൊണ്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സൂപ്പുകൾ കൊടുക്കുക. ഫ്രൂട്ട്സ് ജ്യൂസ് കൊടുക്കാൻ പറയുമ്പോൾ പാക്കറ്റഡ് ജ്യൂസിലോട്ട് പോകാതെ ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിൽ വച്ച് അതിൻ്റെ പഴച്ചാറെടുത്ത് കൊടുക്കുക. പഴച്ചാറുകൾ കൊടുക്കുന്ന സമയത്ത് അമിതമായ മധുരം അല്ലെങ്കിൽ അമിതമായ പഞ്ചസാര അതിൽ ചേർക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ജലം
കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ ഓർമ്മശക്തിയെ അത് ബാധിക്കാം, ശരീരത്തിന് തളർച്ച വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷാ കാലഘട്ടത്തിലെന്നല്ല എല്ലായ്പ്പോഴും വെള്ളത്തിന് വളരെ അനിവാര്യതയാണ്. ആ സമയം ധാരാളം വെള്ളം കുടിക്കാൻ കുട്ടികളെ നിർബന്ധിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട് രക്ഷകർത്താക്കൾ മുൻകൈ എടുക്കുക. കൂടാതെ തന്നെ കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് കൊടുത്തയക്കുന്ന ഉച്ചഭക്ഷണം, ഉച്ച കഴിഞ്ഞ് പരീക്ഷ ഉണ്ടെങ്കിൽ ആ കൊടുത്തുവിടുന്ന ഉച്ചഭക്ഷണം ഹെവിയായി കൊടുത്താൽ, അല്ലെങ്കിൽ ധാരാളമായി ചോറും കുറച്ച് കറികളും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒന്നാമത്തെ സമയം അവർക്ക് കഴിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല, അവരത് കഴിക്കില്ല. അപ്പോൾ ആ പരീക്ഷ എഴുതാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കൊടുക്കുന്ന ഭക്ഷണം ലഘുവായിരിക്കാൻ, ഒരു ചപ്പാത്തി റോള് പോലെയോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെയോ അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുകയും എന്നാൽ എനർജി സ്ലോ ആയിട്ട് റിലീസ് ചെയ്യാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുക. സ്ലോ ആയിട്ട് എനർജി റിലീസ് ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുമ്പോൾ 4 ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ തിരഞ്ഞെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എല്ലാം തന്നെ ധാരാളം നാരടങ്ങിയ സ്ലോ റിലീസിങ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും ഒപ്പം നാരടങ്ങിയ ധാന്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് പാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പാനീയങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള പാനീയങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുട്ടികൾ പഠിത്തത്തിനോടൊപ്പം രാവിലെ മുതൽ രാത്രി വരെ ഒരേപോലെ ഇരുന്ന് പഠിക്കാൻ ഒരിക്കലും കുട്ടികളെ സമ്മതിക്കരുത്. ആ സമയത്ത് ഇടസമയങ്ങളിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാർട്ടൂണുകൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളികൾ, അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന, ഉല്ലാസം കിട്ടുന്ന എന്തിലോട്ടെങ്കിലും കുറച്ച് സമയം അവരെ മാറ്റി വ്യതിചലിച്ച് വിടാനായിട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നത് കുട്ടികൾ സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറുമുള്ള കുട്ടികൾ പരീക്ഷ എടുക്കുന്ന സമയത്ത് രാത്രി വളരെ വൈകി ഇരുന്ന് പഠിക്കാറുണ്ട്. ചില കുട്ടികൾ കിടക്കുമ്പോൾ 1 മണി വരെ ഇരുന്ന് പഠിക്കും, വെളുപ്പിന് വീണ്ടും 4 മണിയാകുമ്പോൾ എണീറ്റിരുന്ന് പഠിക്കും. പക്ഷേ ഇത് അത്രയും കുട്ടികൾക്ക് ബ്രെയിനിന് ഓവർ സ്ട്രെയിനാണ് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എക്സാമിനും ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാലും ഇതൊന്നും തന്നെ പരീക്ഷയിൽ എഴുതാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നില്ല, ക്ഷീണം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് ഒരു 8 മണിക്കൂറെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നു എന്ന് രക്ഷകർത്താക്കൾ ഉറപ്പ് വരുത്തുക. ഇനി ചില കുട്ടികൾക്ക് രാത്രി വൈകി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, എന്നാൽ മാത്രമേ അവർക്ക് ആ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ കിട്ടത്തുള്ളൂ എന്ന് ചില കുട്ടികൾ പറയും. എന്നാൽ ചില കുട്ടികൾക്ക് രാവിലെ പഠിക്കുന്നതാണ് ഓർമ്മ. അങ്ങനെ വരുമ്പോൾ വൈകി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെ രാവിലെ നേരത്തെ വിളിച്ചുണർത്താതെ ഇരിക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും അവരുടെ ഉറക്കം കിട്ടി എന്ന് രക്ഷകർത്താക്കൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവരെ ഉണർത്താവൂ. അല്ല, രാത്രി നേരത്തെ കിടന്നുറങ്ങുന്ന കുട്ടികളെ ആണെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ എണീറ്റിരുത്തി പഠിപ്പിക്കാൻ ശ്രമിക്കുക. രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ പോലും കുട്ടികൾക്ക് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ഒരു ക്ഷീണം മാറാനായിട്ടൊരു നല്ല ചായയോ ഒരു കോഫിയോ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. രാത്രി വൈകി ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ചെറിയ പാനീയങ്ങൾ, ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്ന ചില പാനീയങ്ങൾ കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി എക്സാം കാലഘട്ടത്തിൽ നാം ഒഴിവാക്കേണ്ട ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുണ്ട്. കഴിവതും നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക. എക്സാം കാലഘട്ടമാണ്, പുറത്തുള്ള ഭക്ഷണമാണ്. എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കളിൽ അലർജി പോലുള്ളവയോ അല്ലെങ്കിൽ ഡയറിയയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സാമിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കി വീട്ടിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബേക്കറി വസ്തുക്കളായ ബർഗർ, പിസ്സ തുടങ്ങിയ ഈ ഒത്തിരി ഫാറ്റിയായ, കൊഴുപ്പടങ്ങിയ അല്ലെങ്കിൽ ഒത്തിരി ഷുഗറിയായ, ഒത്തിരി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ, ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ആലസ്യമുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ എളുപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ കണക്കാക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ പോയി കുഞ്ഞിന് സ്നാക്കായിട്ട് വാങ്ങി കൊടുക്കുന്ന ബർഗർ, പിസ്സ, പിന്നെ പപ്സ്, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഈ പരീക്ഷാ കാലഘട്ടത്തിൽ കുട്ടികൾ കൊടുക്കാതിരിക്കുക. അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ സോഡ നിറച്ച പാനീയങ്ങൾ, ഇങ്ങനെയുള്ള പാനീയങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം, നല്ല രീതിയിലുള്ള ഭക്ഷണം, ഒപ്പം നല്ല ആരോഗ്യപരമായ ചില്ലറ കളികൾ, ഇതെല്ലാം കൊണ്ട് കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർക്കാനും ഓർത്ത കാര്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ എഴുതാനും നല്ല മാർക്ക് വാങ്ങാനും സാധിക്കും.